ഹായ് വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ് VN ട്യൂട്ടോറിയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇപ്പം കുറച്ച് മുമ്പ് കണ്ട വീഡിയോ പോലെ എങ്ങനെ ടെക്സ്റ്റ് നൈസായിട്ട് മാസ്ക് ചെയ്യാം അതായത് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഉള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നൈസായിട്ട് മാസ്ക് ചെയ്തൊരു ടെക്സ്റ്റ് VN എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും. ഓൾറെഡി VNലെ എങ്ങനെ മാസ്കിങ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ഡബിൾ റോൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഇന്ന് മാസ്കിങ് ഉപയോഗിച്ച് എങ്ങനെ ടെക്സ്റ്റ് നൈസായിട്ട് അനിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാസ്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത വീഡിയോ. നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്ത ഫ്രീ വീഡിയോസ് ഓൺലൈനിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇതിലാണ് നമ്മൾ ടെക്സ്റ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ പോലെ ടെക്സ്റ്റ് മാസ്കിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 15 സെക്കൻഡ് ഉള്ളൊരു വീഡിയോ. നമുക്ക് 15 സെക്കൻഡ് ഒന്നും വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട പോർഷൻസ് എടുത്തിട്ട് നമ്മൾ സീക്വൻസ് ട്രിം ചെയ്ത് കളയുന്നു. സീക്വൻസ് ട്രിം ചെയ്ത് കളഞ്ഞ് നമുക്കൊരു 10 സെക്കൻഡുള്ള ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മാസ്കിങ് ഉപയോഗിച്ചിട്ടാണ് നേരത്തെ കണ്ട ഒരു എഫക്റ്റ് നമ്മൾ ചെയ്യുന്നത്. മാസ്കിങ് നമുക്കൊരിക്കലും ടെക്സ്റ്റ് ഉപയോഗിച്ച്, അതായത് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മാസ്കിങ് പ്രോപ്പർട്ടി ഇല്ല. മാസ്കിങ് പ്രോപ്പർട്ടി അവർ മെയിനായിട്ടും വീഡിയോസിനും അതേപോലെ തന്നെ പിക്ചേഴ്സിനാണ് കൊടുത്തിട്ടുണ്ട്. മാസ്കിങ് എന്താണ് നമ്മുടെ ഡബിൾ റോള് വീഡിയോയ്ക്കകത്ത് നാം ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സെഷനിൽ നമുക്കൊരു ഇമേജ് വേണം. അപ്പം ഇവിടെ നമ്മൾ ഇടുന്ന ഇമേജ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ഇമേജ് അല്ലെങ്കിൽ PNG ഇമേജ് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു സ്പാർക്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ, അഡോബ് സ്പാർക്ക് ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഒരു ജസ്റ്റ് സോളിഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഞാനൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ആണ്. നിങ്ങൾക്ക് അഡോബ് സ്പാർക്ക് ഫ്രീ ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതല്ല എങ്കിൽ അഡോബ് സ്പാർക്ക് അല്ലെങ്കിൽ പിക്സാർട്ട് ഒക്കെ ഉപയോഗിക്കാം. പിക്സാർട്ടിലൊക്കെ PNG ടെക്സ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ടെക്സ്റ്റ് അപ്പം പിക്സാർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ടെക്സ്റ്റിന് ഡിഫറെൻറ്റ് ഫോണ്ടിലൊക്കെ ടെക്സ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടിലെടുക്കുന്നു. മാക്സിമം ഒരു വലിയ ടെക്സ്റ്റാക്കി എടുത്തതിന് ശേഷം കൊടുത്ത് ഡൗൺലോഡ് അല്ലെങ്കിൽ സേവ് കൊടുക്കുന്ന സമയത്ത് 2 ഇമേജ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഇമേജ് എന്ന് 2 ഓപ്ഷനുണ്ട്. അതിൽ ട്രാൻസ്പെറൻറ്റ് ഇമേജ് കൊടുക്കുക. ട്രാൻസ്ഫർ ഇമേജ് കൊടുത്ത് തിരിച്ച് നമ്മുടെ VNൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെയാണോ ആ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആഡ് ചെയ്ത പോലെ ഈ കാർ ഇപ്പം ഓൾമോസ്റ്റ് ഒരു ഇവിടെയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ആഡ് ചെയ്തു. ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്റ്റ് അല്ല ഇവിടെ ആഡ് ചെയ്യുന്നത്, നമ്മളതിൻ്റെ ഇമേജാണ് ആഡ് ചെയ്യുന്നത്, ആ ടെക്സ്റ്റിൻ്റെ ഇമേജ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്ക് പോസ്റ്റിനകത്ത് നമ്മൾ ഫോട്ടോസിൽ എടുക്കേണ്ട ഇമേജ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് ഇമേജ്. നമ്മൾ ടെക്സ്റ്റ് ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം അത് ഇത്രയും എവിടെയാണ്, നമ്മൾ ഒരു സൈഡിലല്ലേ ഇവിടെ ആയിട്ടല്ലേ വരുന്നത്, അതായത് ടെക്സ്റ്റ് എന്ന് എഴുതി കാണിക്കുന്ന ഇവിടെയാണ്. അത് നമുക്ക് കാറ് പാസ്സായി പോയി കഴിയുന്നതനുസരിച്ച് കാറ് പാസ്സായി കഴിയുമ്പോൾ ടെക്സ്റ്റ് വിസിബിൾ ആവണം. അപ്പം ഇതാണ് നമ്മുടെ സംഗതി. ഇപ്പോൾ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി. അപ്പോൾ സംഭവം ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ കാർ അവിടെ ഉള്ള സമയത്ത് അത് മാസ്ക് ചെയ്യണം. ജസ്റ്റ് ആ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ കാർ തീരുന്ന തൊട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇമേജിൻ്റെ സീക്വൻസ് സെലക്ട് ചെയ്തു, അവിടെ മാസ്ക് ഓപ്ഷൻ എടുത്തു. അപ്പോൾ അന്ന് ഞാൻ ആ ഡബിൾ റോളിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ലൈൻ എന്നുള്ള മാസ്ക് ആയിരുന്നു. ഇവിടെ നമ്മൾ ലൈൻ എന്നുള്ള മാസ്ക് അല്ല ഉപയോഗിക്കുക, നമ്മളിവിടെ മിറർ എന്നുള്ളൊരു മാസ്കാണ് ഉപയോഗിക്കുക. അപ്പോൾ മിറർ എന്നുള്ള മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ഇപ്പം അതിൻ്റെ സംഭവം ഞാൻ അന്നും പറഞ്ഞിരുന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഈ 2 ലൈനിൻ്റെ ഇടയ്ക്കുള്ള എന്തുണ്ടെങ്കിലും അത് നമുക്ക് കാണാൻ പറ്റും, മീൻസ് വിസിബിൾ ആവും. അത് അതിൻ്റെ അപ്പുറം ഇപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. അതനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ചു. അപ്പം അതിന് ഇപ്പുറത്തേക്കാണ് നമ്മൾ ടെക്സ്റ്റ് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കാർ കറക്റ്റ്
ആ ടെക്സ്റ്റിൻ്റെ എൻഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വരുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ നമ്മൾ കീ ഫ്രെയിംസ് കൊടുത്താണ്. അപ്പോൾ കീ ഫ്രെയിംസും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കീ ഫ്രെയിംസ് എന്താണെന്ന് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നേരെ പോവുകയാണ് വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ കാറ് കുറച്ചുകൂടി നീങ്ങിക്കഴിയുമ്പോൾ എവിടെ വരണം, ഇവിടെയാണ് സംഭവം തന്നെ അല്ലേ. കാർ തീർന്നില്ല ഇവിടെ, കാറിൻ്റെ എഡ്ജിൽ അവിടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത് കീ ഫ്രെയിം വന്നു. അത് കഴിഞ്ഞിട്ട് കാറ് വീണ്ടും മൂവ് ചെയ്തു. അപ്പം നമ്മൾ തുടങ്ങുന്ന സ്ഥലത്തൊരു കീ ഫ്രെയിം വെച്ചു. അത് കഴിഞ്ഞിട്ട് കാർ കുറച്ച് മൂവ് ചെയ്തപ്പോൾ അടുത്ത കീ ഫ്രെയിം, അടുത്തത് ഫുള്ളായിട്ട് മൂവ് ചെയ്തത്. അപ്പം ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാണും നമുക്ക്, ഇത് ഇങ്ങനെ, അതായത് കാറിൻ്റെ പുറകിൽ നിന്ന് ആ ടെക്സ്റ്റ് വരുന്ന ഒരു ഫീല്. അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആദ്യം ടെക്സ്റ്റിൽ കാറിൻ്റെ പുറകിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടു. അടുത്ത കാർ സ്റ്റാർട്ടിങ് വന്നത് ഹിറ്റ് ചെയ്യുന്നിടത്തും തൊട്ട് അത് മാഞ്ഞു പോവാണല്ലേ. നമുക്ക് ഇവിടം തൊട്ടത് മായണം. അപ്പോൾ ഇത് നമ്മൾ അവിടെ തന്നെ കറക്റ്റ് പൊസിഷൻ സെറ്റ് ചെയ്തു. വീണ്ടും മാസ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്തു. അപ്പോൾ അടുത്ത കീ ഫ്രെയിം ആഡ് ചെയ്ത് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതനുസരിച്ച്, അതായത് കയറി കാറ് ഫുള്ള് ടീയുടെ ഇപ്പുറം വരുമ്പോൾ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ നീക്കി അല്ലേ. കാറ് ഫുള്ള് ടീയുടെ ഇപ്പുറം വന്നപ്പോഴത്തും അപ്പോൾ അവിടെ അടുത്ത കീ ഫ്രെയിം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്ത ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ടോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ബാക്കിൽ നിന്ന് വന്നു, അടുത്ത് വന്ന് ഇടിച്ച് അതിൻ്റെ അപ്പം കാറിൻ്റെ ബാക്കിൽ നിന്ന് വന്നു, കാറിൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റും വേണം അല്ലേ. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അടുത്ത ടെക്സ്റ്റും ആഡ് ചെയ്തേക്കുന്നത്. അതായത് മാസ്കിങ് എന്നുള്ളത് ജസ്റ്റ് കാറ് വന്ന് പോകുമ്പോൾ മാസ്കിങ് എന്ന് എഴുതി കാണിക്കുന്ന രീതിയിൽ അതിനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള ടെക്സ്റ്റ് മീൻസ് PNG ടെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് PNG ടെക്സ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. PNG ടെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ PNG ടെക്സ്റ്റ് ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മാസ്കിങ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു PNG ടെക്സ്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ PNG ടെക്സ്റ്റ് ആണെങ്കിലും എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതായത് ആ കാറ് പോകുമ്പോൾ കാറിൻ്റെ ബാക്കിൽ നിന്നാണ് നമുക്ക് ആ PNG ടെക്സ്റ്റ് വരേണ്ടത് അല്ലേ. ആസ് യൂഷ്വൽ ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാസ്കിങ് എന്നുള്ള ഇമേജിൻ്റെ സീക്വൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മാസ്ക് എടുക്കുക. നമ്മുടെ നേരത്തെ ചെയ്ത അതേ മാസ്ക് തന്നെ, അതായത് മിറർ മാസ്ക് എടുക്കുക. മിറർ മാസ്ക് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സിംഗിൾ ലൈൻ മാസ്കിനെക്കാട്ടിലും കൂടുതൽ. അപ്പം നമുക്ക് എവിടെ വരേണ്ടത്, അതായത് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തല്ലേ, കാറ് അത് പോയി കഴിയുന്നിടം തൊട്ടാണ് അത് വരേണ്ടത്. അപ്പോൾ കറക്റ്റ് അവിടെ എത്തി. നമ്മളൊരു കീ ഫ്രെയിം കൊടുത്ത് നീക്കി കഴിയുമ്പോൾ കാറ് എത്രത്തോളം ഇവിടം വരെ വന്നു അല്ലേ. പിന്നെ കാറ് ഫുള്ളായിട്ട് മാറി. അപ്പോൾ നമുക്കന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ടെക്സ്റ്റ് വന്നു, ടെക്സ്റ്റ് എടുത്തു, മാസ്കിങ്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ആൾ നടന്നു പോകുന്നതനുസരിച്ച് അത് അപ്പുറത്തേക്ക് ക്ലോസ് ആവണം. അപ്പോൾ കറക്റ്റ് അവിടെ ആ പൊസിഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു, അവിടെ മാസ്ക് എടുക്കുന്നു, കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആൾ ഫുള്ളായിട്ട് നടന്ന് അപ്പുറം എത്തുമ്പോഴത്തും കീ ഫ്രെയിമും ക്ലോസ് ചെയ്യുന്നു. സംഭവം വളരെ സിമ്പിളല്ലേ. അതായത് ജസ്റ്റ് ടെക്സ്റ്റ് എടുക്കുന്നു, പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാർ വരുമ്പോൾ മാസ്കിങ് എഴുതി കാണിക്കുന്നു. ഇപ്പുറത്ത് നാളെ നടന്നു പോകുന്നതനുസരിച്ച് മാസ്കിങ് തീർന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ.